അസ്സാം വലൈക്കും വർഹമത്തുള്ള. ബികോം AEC അറബിക്ക് എടുത്ത വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ പാഠമാണ് ഹിദാഉ അബുൽ ഖാസിം. അബുൽ ഖാസിമിൻ്റെ ചെരുപ്പ്. അറബിക്കഥകൾ എന്ന പേരിൽ ലോകത്ത് തന്നെ ഏറെ പ്രശസ്തമായ 1001 രാവുകളിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു കഥയാണ് ഹിദാഉ അബുൽ ഖാസിം എന്ന കഥ. ഖാസിമിൻ്റെ ചെരുപ്പ് എന്ന രസകരമായ ഒരു കഥയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കാന ഫി ബഗ്ദാദ് റജുലുൻ ഇസ്മുഹു അബുൽ ഖാസിം. ബാഗ്ദാദിൽ ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് അബുൽ ഖാസിം എന്നായിരുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ടത് കാന ഫി ബഗ്ദാദ്. കാനയ്ക്ക് ചില സമയത്ത് ഉണ്ടായിരുന്നു എന്നർത്ഥം വെക്കേണ്ടതുണ്ട്. കാന ഫി ബഗ്ദാദ് റജുലുൻ ഇസ്മുഹു അബുൽ ഖാസിം. ഇസ്മുഹു അബുൽ ഖാസിം, അവൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് അബുൽ ഖാസിം എന്നായിരുന്നു. വക്കാന ലഹു ഹിദാഉൻ ലല്ല യൽബസുഹു സബാസിനീൻ. അദ്ദേഹത്തിന് 7 വർഷമായിട്ട് ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെരുപ്പുണ്ടായിരുന്നു. വക്കാന ലഹു ഹിദാഉൻ ലല്ല യൽബസുഹു സബാസിനീൻ. 7 വർഷമായിട്ട് ധരിച്ചു വരുന്ന ഒരു ചെരുപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വക്കാന കുല്ലമ തഖത്ത ഫിഹി മൗലിഉൻ. ആ ചെരുപ്പിൻ്റെ ഒരു ഭാഗത്ത് തുള വീഴുമ്പോഴെല്ലാം, തഖത്ത എന്ന് പറഞ്ഞാൽ ദ്വാരമുണ്ടായി, തുള വീണു എന്നൊക്കെ അർത്ഥം. വക്കാന കുല്ലമ തഖത്ത ഫിഹി മൗലിഉൻ ജഅല മക്കാനഹു റുഖഅതൻ. അങ്ങനെ തുള വീഴുന്ന സമയത്തൊക്കെ ആ സ്ഥാനത്ത് അദ്ദേഹം ഒരു പാച്ച് വർക്ക് നടത്തി. റുഖഅത്ത് എന്ന് പറഞ്ഞാൽ തുണിക്കഷ്ണം വെച്ചടക്കുക, കണ്ടം വെച്ചടക്കുക, കണ്ടം വെക്കുക എന്നൊക്കെ പറയുമല്ലോ, അതാണ് റുഖഅത്ത്. ഇല അൻ സ്വാറ സഖീലൻ ജിദ്ദൻ. അങ്ങനെ കഷ്ണം വെച്ച് ചെരുപ്പ് വല്ലാത്ത ഭാരമായി മാറി. സഖീൽ, ഭാരമുള്ളത്. വദാത്ത യോമിൻ ദഹബ അബുൽ ഖാസിം ഇല ഹമ്മാമിൻ ആമിൻ യഗ്തസിലു. ഒരു ദിവസം അബുൽ ഖാസിം ഒരു പൊതു കുളിസ്ഥലത്തേക്ക് പോയി. ഹമ്മാം ആം എന്ന് പറഞ്ഞാൽ പബ്ലിക് ബാത്റൂം, യഗ്തസിലു കുളിക്കാൻ വേണ്ടി. ഫഖാല ലഹു അഹദു അസ്തിഖായിഹി. ആ സമയം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബുൽ ഖാസിം, അബു ഖാസിമെ, ലൈതക തതഖല്ലസു മിൻ ഹിദായിക ഹാദ. താങ്കൾ ഈ ചെരുപ്പൊന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ. ഫ അൻതദൂമാലിൻ. നിങ്ങൾ വലിയ ധനികനാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പൊന്ന് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ. ഫഖാൽ ലഹു അബുൽ ഖാസിം. അബുൽ ഖാസിം പറഞ്ഞു, അൽ ഹക്കുമാക്ക. സത്യം താങ്കളുടെ അടുത്താണെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. സഅഷ്തരി ഹിദാഅൻ ജദീദൻ ബിഇദ്നില്ലാ. ഞാനൊരു പുതിയ ചെരുപ്പ് വാങ്ങും. അതൊരു ഭാഷയുടെ ശൈലിയാണ്. അറബികളൊക്കെ സംസാരിക്കും ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ സമ്മതത്തോട് കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊക്കെ സംസാരിക്കുമ്പോൾ പടച്ചോൻ്റെ വേണ്ടുകണ്ടെങ്കിൽ എന്ന് പറയുമല്ലോ, അതിന് പറയുന്ന ഒരു പ്രയോഗമാണ് ബിഇദ്നില്ലാ. വലമ്മ ഖറജ മിനൽ ഹമ്മാം. ബാത്റൂമിൽ നിന്ന് അബുൽ ഖാസിം പുറത്തിറങ്ങിയപ്പോൾ, വല ലബിസ സിയാബഹു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ധരിച്ചപ്പോൾ, റഅ ബിജാനിബി ഹിദാഇഹി അൽ ഖദീം ഹിദാഅൻ ആഖറ ജദീദൻ. ഇവിടെ 2 പദങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഖദീം, ജദീദ് നമുക്ക് സുപരിചിതമാണ്. ഖദീം പഴയത്, ജദീദ് പുതിയത്. അപ്പോൾ ഹിദാഉൻ ഖദീമുൻ എന്ന് പറഞ്ഞാൽ പഴയ ചെരുപ്പ്, ഹിദാഉൻ ജദീദുൻ എന്ന് പറഞ്ഞാൽ പുതിയ ചെരുപ്പ്. അദ്ദേഹത്തിൻ്റെ പഴയ ചെരുപ്പിനടുത്ത് അദ്ദേഹം കണ്ടു പുതിയൊരു ചെരുപ്പ്. ഫലന്ന അന്ന റജുല മിൻ കറമിഹി ഇഷ്തറാഹുലഹു. നേരത്തെ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നല്ലോ, താങ്കളുടെ ചെരുപ്പൊന്ന് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അയാൾ ഒരു ബഹുമാനാർത്ഥം, അന്ന റജുല, ആ മനുഷ്യൻ, മിൻ കറമിഹി, അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട്, ഇഷ്തറാഹുലഹു, അബുൽ ഖാസിമിന് വേണ്ടി വാങ്ങിച്ചതാണ് ഈ ചെരുപ്പ് എന്ന് അദ്ദേഹം തോന്നിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നി. ഫലബിസഹു വ മലാ ഇലാ ബൈത്തിഹി. ആ ചെരുപ്പ് ധരിച്ചു, അങ്ങനെ വീട്ടിലേക്ക് പോയി. വക്കാന ദാലിക്കൽ ഹിദാഉ ലിൽ ഖാലി. രസം അതൊന്നുമല്ല. വക്കാന ദാലിക്ക അൽ ഹിദാഉ, ആ ചെരുപ്പ് ആയിരുന്നു. അപ്പോൾ ആ ചെരുപ്പ് എന്നതിന് നമ്മൾ ദാലിക്കൽ ഹിദാഉ എന്ന് പറഞ്ഞു. വക്കാന ദാലിക്കൽ ഹിദാഉ ലിൽ ഖാലി, ഖാലിയുടേതായിരുന്നു. ഖാലിയുടെ ചെരുപ്പ്, ജഡ്ജിൻ്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് മൂപ്പര് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. വഖദ് ജാഅ ഫി ദാലിക്കൽ യോമി ഇലൽ ഹമ്മാം. ഖാലിയർ കുളിക്കാൻ വേണ്ടിയിട്ട് ആ ഹമ്മാമിലേക്ക് വന്നതായിരുന്നു. വവളഅ ഹിദാഅഹു ഹുനാക വദഖല യസ്തഹിമ്മു. അങ്ങനെ ചെരുപ്പ് പുറത്തു വെച്ചു, കുളിക്കാൻ വേണ്ടി പ്രവേശിച്ചു. ഫലമ്മ ഖറജ ബഹസ അൻ ഹിദാഇഹി ഫലം യജിദുഹു.
പുറത്തിറങ്ങിയപ്പോൾ തൻ്റെ ചെരുപ്പ് അന്വേഷിച്ചു, കണ്ടില്ല. ഫലം യജിദുഹു, അത് കണ്ടില്ല, അതിനെ എത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കണ്ടില്ല. ഫഖാല, അപ്പോൾ ഖാദിർ പറഞ്ഞു, ലാ ബുദ്ധ ലിമൻ ലബിസ ഹിദാഇ, ലാ ബുദ്ധ നിർബന്ധമാണ്, അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അനിവാര്യമാണ് എന്നതിനൊക്കെയാണ് ലാ ബുദ്ധ പറയുക. ലാ ബുദ്ധ ലിമൻ ലബിസ ഹിദാഇ, എൻ്റെ ചെരുപ്പ് ധരിച്ചവന് അനിവാര്യമാണ്. ഐ യക്കൂന, അല്ലെങ്കിൽ അവൻ ധരിച്ചത് കൊണ്ട് അനിവാര്യമാണ്. ഐ യക്കൂന കത് തറക്ക ഹിദാഹു, അവൻ്റെ ചെരുപ്പ് ഇവിടെ ഉപേക്ഷിക്കൽ. രണ്ട് ചെരുപ്പിട്ട് പോലല്ലോ, അപ്പോൾ എൻ്റെ ചെരുപ്പിട്ട ആൾ ഇവിടെ ചെരുപ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടാകും. വഫത്തഷു ഫലം യജിദു ഗൈറ ഹിദാഇ അബിൽ ഖാസിം ഫഅറഫൂഹു, അങ്ങനെ ആരുടെ ചെരുപ്പാണോ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നത് എന്നവർ അന്വേഷിച്ചു. ഫത്തഷ, അന്വേഷിക്കുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. മുഫത്തിഷ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇൻവെസ്റ്റിഗേറ്റർ. ഫലം യജിദു ഗൈറ ഹിദാഇ അബിൽ ഖാസിം, അബുൽ ഖാസിമിൻ്റെ ചെരുപ്പല്ലാതെ കാണാൻ കഴിഞ്ഞില്ല. ഫഅറഫൂഹു, അബുൽ ഖാസിമിനെ തിരിച്ചറിഞ്ഞു. ഫഅറഫു, ആ തിരഞ്ഞ ആളുകൾ, അവർ തിരിച്ചറിഞ്ഞു ഹു അബുൽ ഖാസിമിനെ. ഫഅർസലൽ ഖാലി ഖദമുഹു ഇലാ ബൈത്തി അബുൽ ഖാസിം, ഖാലിയർ തൻ്റെ സേവകരെ അയച്ചു അബുൽ ഖാസിമിൻ്റെ വീട്ടിലേക്ക്. ഫവജദു അൽ ഹിദാഅ ഇൻദഹു, ഫവജദു, ആ സേവകർ കണ്ടു. ഖാദിമ് എന്നതിൻ്റെ ബഹുവചനമാണ് ഖദമ് എന്ന്, സേവകർ. അവർ കണ്ടു അൽ ഹിദാഅ ഇൻദഹു, ഖാലിയാരുടെ ചെരുപ്പ് അബുൽ ഖാസിമിൻ്റെ അടുത്ത്. ഫഅഹ്ളറൂഹു ലിൽ ഖാലി, അവർ ഖാലിയുടെ അടുത്ത് അദ്ദേഹത്തെ ഹാജരാക്കി. വളറബഹു, അദ്ദേഹത്തിനെ അടിച്ചു. തഅദീബൻ ലഹു, മര്യാദ പഠിപ്പിക്കാൻ. അപ്പോൾ ഒരു മര്യാദ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അബുൽ ഖാസിമിന് ചിലർ അടികളൊക്കെ കിട്ടി. മാത്രമല്ല വഹബസഹു മുദ്ദത്തൻ, ഒരു കാലയളവ് അദ്ദേഹത്തെ തുറങ്കിലടച്ചു, അല്ലെങ്കിൽ ജയിലിലിട്ടു. ഹബസ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു, അടച്ചു, ജയിലിലിട്ടു, തടവിലാക്കി. വഗറമഹു, മാത്രമല്ല ഫൈൻ ഈടാക്കി. ബാദൽ മാലി, കുറച്ച് ധനം. വാത്തലക്ക സറാഹു, പിന്നെ അദ്ദേഹത്തെ വിട്ടയച്ചു. അങ്ങനെ ജയിലിലടച്ചു, പിന്നെ സ്വതന്ത്രനാക്കി വിട്ടയക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചെരുപ്പ് കൊണ്ടുണ്ടായ ഒരു ഗുണമാണ്. ഖറജ അബുൽ ഖാസിം മിനൽ ഹബസി, അബുൽ ഖാസിം ജയിലിൽ നിന്ന് പുറപ്പെട്ടു. വ അഹദ ഹിദാഅഹു വഹു അൽബാൻ അലൈഹി, ആ ചെരുപ്പും എടുത്തു. വഹു അൽബാൻ അലൈഹി, ചെരുപ്പിനോട് ഭയങ്കര ദേഷ്യം കിട്ടോ. അങ്ങനെ ദേഷ്യത്തോടു കൂടി ആ ചെരുപ്പും പിടിച്ച് അബുൽ ഖാസിം പുറപ്പെട്ടു. വ മല ഇലൻ നെഹർ, പുഴയുടെ അടുത്തേക്കെത്തി. ഫ അൽഖാഹു ഫീഹി, പുഴയിൽ ആ ചെരുപ്പിട്ടു. ഫ വാസ ഫിൽ മായി, ചെരുപ്പ് വെള്ളത്തിൽ മുങ്ങി. ഫ അത്ത അഹദു സയ്യാദീന, സയ്യാദ് അതിൻ്റെ ബഹുവചനം സയ്യാദൂൻ, അതിൻ്റെ ഇലാഫത്തിൻ്റെ സമയത്ത് ജറിൻ്റെ രൂപത്തിലേക്ക് വന്നു, അതാണ് സയ്യാദീന എന്ന് പറയുന്നത്. അപ്പോൾ മീൻപിടുത്തക്കാരിൽ നിന്ന് ഒരാൾ വറമ ശബക്കത്തുഹു, തൻ്റെ വലയെറിഞ്ഞു. ഒരു മീൻപിടുത്തക്കാരൻ വന്ന് തൻ്റെ വലയെറിഞ്ഞു. ശബക്കത്ത്, നെറ്റ്, വല. ഫ തൊലാ ഫിഹ, അതിലെന്തോ ഒന്ന് കണ്ടെത്തി. ഫലമ്മാർ ആഹു സയ്യാദു, കണ്ടെത്തിയപ്പോൾ സയ്യാദ് അത് കണ്ടപ്പോൾ അറഫഹു, തിരിച്ചറിഞ്ഞു. എന്താണത്? ആ ചെരുപ്പാണ്. ആ ചെരുപ്പിനെ അതിൽ കണ്ടു, അങ്ങനെ അത് തിരിച്ചറിഞ്ഞു. വദന്ന അന്നഹു വഖഅ മിൻഹു ഫിൽ നഹർ, സയ്യാദ് വിചാരിച്ചത് എന്താ, അബുൽ ഖാസിമിൻ്റെ ചെരുപ്പ് അദ്ദേഹത്തിൽ നിന്ന് അറിയാതെ പുഴയിൽ വീണതാണെന്ന് മനസ്സിലായി. ഫഹമലഹു ഇല ബൈത്തി അബുൽ ഖാസിം, അബുൽ ഖാസിമിൻ്റെ വീട്ടിലേക്ക് അത് എടുത്തുപോയി. ഫലം യജിദുഹു, അബുൽ ഖാസിമിനെ അവിടെ കണ്ടില്ല. ഫനളറ, അങ്ങനെ അയാൾ നോക്കി. ഫറഅ നാഫിദത്തൻ മഫ്തൂഹത്തൻ, ഫറഅ നാഫിദത്തൻ മഫ്തൂഹത്തൻ, ഓപ്പൺഡ് ആയിട്ടുള്ളൊരു വിൻഡോ കണ്ടു. നാഫിദ വിൻഡോ, മഫ്തൂഹ ഓപ്പൺഡ്, തുറന്ന ഒരു ജനൽ കണ്ടു. ഫറമാഹു മിൻഹ ഇൽ ബൈത്തി, ജനലിലൂടെ ഉള്ളിലേക്ക് എറിഞ്ഞു. ഫസഖത്ത, ചെരുപ്പ് വീണു. അല ഖിസാനത്തി സുജാജ്, ഒരു ഗ്ലാസ് ബോക്സിൻ്റെ മേലിൽ. ഫകസറഹ, അത് പൊട്ടിച്ചു. വജാ അബുൽ ഖാസിം, ഖിസാന ഗജാന എന്നൊക്കെ പറയില്ല, ഗജനാവ് എന്നൊക്കെ പറയുന്ന പണം സൂക്ഷിക്കുന്ന പെട്ടി എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ അബുൽ ഖാസിം വന്നു. ഫഅറഫൽ അംറ, കാര്യം മനസ്സിലായി. ഫലത്തമ വജൂഹു വാഹദ യബ്കി, മുഖത്തടിച്ചു, കരഞ്ഞു. വയലാനുൽ ഹിദാ, ആ ചെരുപ്പിനെ ശപിക്കുകയും ചെയ്തു. മുഖത്തടിച്ച് കരയല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അങ്ങനെ കാമ അബുൽ ഖാസിം യഹ്ഫിറു ഫിൽ ലൈലി ഹുഫ്രത്തൻ, വല്ലാത്തൊരു കട്ടകാലം തന്നെ ഈ ചെരുപ്പ്. അങ്ങനെ അബുൽ ഖാസിം എന്ത് ചെയ്തു, രാത്രി ആരും കാണാതെ ഒരു കുഴിയെടുക്കാൻ തീരുമാനിച്ചു. യുദുഫനുൽ ഹിദാ ഫീഹ വയർത്താഹു മിൻഹു, ചെരുപ്പ് അതിൽ കുഴിച്ചു മൂടാനും
അതിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും. ഫസമിയൽ ജീറാൻ, അയൽവാസി കേട്ടു, സൗത്തൽ ഹഫിരി, കുഴിക്കുന്ന ശബ്ദം. ഹഫറ തന്നെ കുഴിച്ചു, ഹഫർ തന്നെ കുഴിക്കൽ. ഫലന്നു അന്ന അഹദൻ യുരീദു അൻ യഹ്ദിമ വൈത്തഹും. അപ്പോൾ ഇയാളെ അയൽവാസിയുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടാണല്ലോ കുഴിക്കുന്നത്. അപ്പോൾ വീട് പൊളിക്കാനുള്ള ഉദ്ദേശമാണെന്നാണ് അയൽവാസി മനസ്സിലാക്കിയത്. ഫഷക്കൗ അൽ അംറ ഇലൽ ഹാക്കിം. അവർ കാര്യം ഹാക്കിമിനോട്, ഭരണാധികാരിയോട് പരാതി പറഞ്ഞു. അർസല ഇലേഹി വാഹുലർഹു. പിറ്റേ ദിവസം ഖാലിയർ, ഹാക്കിം, ഭരണാധികാരി ഇദ്ദേഹത്തെ വിളിച്ചു, അബുൽ ഖാസിമിനെ വിളിച്ചു, അവനെ ഹാജരാക്കി. വഖാലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, കൈഫ തുഹാവിലു അൻ തഹദിമ അല ജീറാനിക ഹായിത്തഹു. ഇങ്ങനെയാണ് താങ്കളുടെ അയൽവാസിയുടെ മതിൽ പൊളിക്കാൻ ശ്രമിക്കുക? വഹബസഹു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വലം യുത്ലിഖുഹു, അദ്ദേഹത്തെ വിട്ടയച്ചില്ല. ഇല്ലാ ബാദൻ ഒറമഹു ബാദൽ മാൽ, കുറച്ച് ധനം അദ്ദേഹത്തിൽ നിന്ന് ഫൈൻ ഈടാക്കിയതിന് ശേഷമല്ലാതെ. വല്ലാത്ത കട്ടകാലം. സയ്യിദ് അബുൽ ഖാസിം ഫൗഖ സത്ഹി ബൈത്തിഹി. അബുൽ ഖാസിം വീട്ടിൻ്റെ മച്ചിൽ കയറി. സത്ഹന റൂഫ് എന്നൊക്കെ പറയുമല്ലോ, മച്ച് എന്നൊക്കെ പറയും. വവളഅ ഹിദാഅഹു ഹുനാക ബഈദൻ അൻ ഉയൂനിൻ നാസി. ജനങ്ങളുടെ കണ്ണിൽ നിന്നും വിദൂരമായി ആ ചെരുപ്പ് അദ്ദേഹം അവിടെ വെച്ചു. ഫറആഹു കൽബുൻ, പക്ഷെ ഒരു പട്ടി അല്ലെങ്കിൽ ഒരു നായ അത് കണ്ടു. ഫഹമലഹു വഅബറ ബിഹി ഇലാ സത്ഹിൻ ആഖർ. ഇയാൾ പോയേക്ക് നായ വല്ലം കയറിയിട്ട് ആ മച്ചിൽ നിന്ന്, ആ ടെറസിൽ നിന്ന് എന്നൊക്കെ പറയാം, ആ ഒരു ചെരുപ്പെടുത്ത് വേറെ സത്ഹിലേക്ക് പോയി, വേറെ ഒരു റൂഫിലേക്ക് പോയി. ഫസഖത്ത മിനൽ കൽബി അലാ റഅസി റജുലിൻ. അങ്ങനെ ഈ റൂഫിലൂടെയാണല്ലോ പോകുന്നത്. റൂഫ് എന്ന് പറഞ്ഞാൽ ഓടുകൊണ്ടുള്ള ചെരിച്ച റൂഫ്, നായക്കൊക്കെ നടക്കാൻ പറ്റിയ റൂഫാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആ നായയുടെ വായിൽ നിന്ന് ആ ചെരുപ്പ് വീണു ഒരാളുടെ തലയിൽ. ഫജറഹു ജുറുഹൻ ബലീഖൻ, ഗാഢമായ ഒരു മുറിവ് പറ്റിയ അയാൾക്ക്. ഫനളറു വബഹസു ലിമനിൽ ഹിസാബ്, അവർ നോക്കി ആരുടേതാണ് ഈ ചെരുപ്പ്. ഫാറഫു അന്നഹു ലി അബുൽ ഖാസിം, അവർക്ക് മനസ്സിലായി ഇത് അബുൽ ഖാസിമിൻ്റേതാണ്. ഫഷക്കോ അൽ അംറ ഇലൽ ഹക്കീം, വീണ്ടും ഭരണാധികാരിയുടെ അടുത്തേക്ക് പരാതി എത്തി. ഫഷക്കോ, അവർ പരാതി പറഞ്ഞു, അൽ അംറ, ഈ വിഷയം, ഇലൽ ഹക്കിമി, ഭരണാധികാരിയിലേക്ക്. ഫഹക്കമ അലൈഹി ബിദഫി മബ്ലഗിൻ മിനൽ മാലി ലിൽ മജ്റൂഹ്, മുറിവേറ്റ ആൾക്ക്, മജ്റൂഹ് എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റിയ ആൾക്ക്, ദഫു മബ്ലഗ് എന്ന് പറഞ്ഞാൽ പേദ എമൗണ്ട്, തുക നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വലിയ മുറിവ് പറ്റിയ ആളുടെ ചികിത്സാ ചെലവ് അബുൽ ഖാസിം വഹിക്കണമെന്ന് ഭരണാധികാരി പറഞ്ഞു. വൽ ഖിയാമു ബി ലവാസിമിഹി മുദ്ദത്ത മർലിഹി, ഇയാൾക്ക് രോഗം വിധിച്ച അഥവാ ഇയാൾക്ക് പരിക്ക് പറ്റിയ കാലയളവിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ സഹായങ്ങളും അബുൽ ഖാസിം ചെയ്യണമെന്ന്. വൻതഹ ഇന്ദദാലിക ജമീഅ മാ കാന ലഹു മിനൽ മാലി, ഈ സമയം അബുൽ ഖാസിമിൻ്റെ അടുത്തുള്ള എല്ലാ ധനവും തീർന്നു. വലം യബ്ഖ ഇൻദഹു ഷൈഉൻ, അബുൽ ഖാസിമിൻ്റെ അടുത്ത് ഒന്നും അവശേഷിച്ചില്ല. വഅഖീറൻ, അവസാനം, അഹദ അബുൽ ഖാസിം ഹിദാഅഹു, അബുൽ ഖാസിം തൻ്റെ ചെരുപ്പെടുത്തു. വമദാബിഹി ഇലൽ ഖാലി, ഖാലിയുടെ അടുത്തേക്ക് പോയി. ഫഖാല ലഹു, ഖാലിയോട് പറഞ്ഞു, ഉരീദു മിൻ മൗലാന അൽ ഖാലി, ഖാലിയരെ, ഞാൻ താങ്കളിൽ നിന്ന് ഉദ്ദേശിക്കുന്നു, അൻ യക്തുബ ബൈനി വ ബൈനൽ ഹിദാഇ മുബാറഅത്തൻ ശറഇയ്യ, ഞാനും ഈ ചെരുപ്പും തമ്മിലുള്ള ഒരു ബന്ധം വേർപിരിയൽ കരാർ എഴുതാൻ ഉദ്ദേശിക്കുന്നു. അലാ അന്നഹു ലൈസ മിന്നി, ഈ ചെരുപ്പ് നമ്മളതല്ല, ഈ ചെരുപ്പും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല. നമ്മൾ ഭാഷയെ പറഞ്ഞാൽ, ഞാനും ഈ ചെരുപ്പായിട്ടുള്ള ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശറഈയായിട്ടത് ഒരു കരാർ എഴുതി ഒപ്പിട്ടരണം. അലാ അന്നഹു ലൈസ മിന്നി, ഈ ചെരുപ്പ് എൻ്റേതുമല്ല, വലസ്തു മിൻഹു, ഞാൻ ചെരുപ്പിൽ നിന്നുമല്ല. അപ്പോൾ ഞാനും ചെരുപ്പും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളത് കരാർ എഴുതി ഒപ്പിട്ടരണം. വഅന്ന കുല്ലം മിന്ന ബരി മിൻ സാഹിബി, ഞങ്ങൾ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. വന്നഹു മഹ്മാ യഫ്അലുഹു ഹാദാ ലാ ഉഹാസിബു അലൈഹി, ഇനി ചെരുപ്പിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും, ഈ ചെരുപ്പ് മുഖാന്തിരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാനതിന് അക്കൗണ്ടബിൾ അല്ല, എന്നെ അതിൽ നിന്ന് വിചാരണ ചെയ്യരുത്, എന്നിൽ നിന്നും അതിൻ്റെ കണക്ക് സ്വീകരിക്കരുത്. ഫളഹിക്കൽ ഖാലി മിൻഹു വഅമില ലഹു മാ യുരീദ്, ഖാലി ചിരിച്ചു, അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം ചെയ്തു.